നമസ്കാരം. ലൈംഗിക പീഡന കേസിൽ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA താമസിക്കുന്ന ഫ്ളാറ്റ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട് റെസിഡൻസ് അസോസിയേഷൻ നോട്ടീസ് നൽകിയത് വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് ഇപ്പോൾ കാരണമായിരിക്കുകയാണ്. ഈ മാസം 25-നകം ഫ്ളാറ്റ് വിട്ടു പോകണമെന്നാണ് അസോസിയേഷന്റെ കർശന നിർദ്ദേശം. ഈ നടപടി സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നതോടെ CPM, BJP എന്നീ രാഷ്ട്രീയ കക്ഷികളുടെ സൈബർ വേദികളിൽ രാഹുലിനെതിരായിട്ടുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ ശക്തിപ്പെട്ടിരിക്കുകയാണ്. പെണ്ണുപിടിയനെ വെച്ച് പൊറുപ്പിക്കില്ല എന്ന തരത്തിലുള്ള വിദ്വേഷ പോസ്റ്റുകളും കമന്റുകളും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഫ്ളാറ്റ് ഒഴിയാനുള്ള നിർദ്ദേശത്തെ ഈ സൈബർ കൂട്ടായ്മകൾ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ആഘോഷിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഫ്ളാറ്റിലെ മറ്റ് താമസക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അസോസിയേഷൻ ഈ അസാധാരണ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ നിരന്തരം ഫ്ളാറ്റിൽ വന്നു പോയതാണ് ഈ നോട്ടീസിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കേസിൻ്റെ തെളിവ് ശേഖരണത്തിനും ചിലരെ ചോദ്യം ചെയ്യുന്നതിനും മറ്റ് ഔദ്യോഗിക പരിശോധനകൾക്കുമായി പോലീസ് സംഘം പലതവണ ഫ്ളാറ്റിൽ പ്രവേശിച്ചു. ഇത് ഫ്ളാറ്റിൽ താമസിക്കുന്ന മറ്റു കുടുംബങ്ങൾക്ക്, പ്രത്യേകിച്ചും സ്ത്രീകൾക്കും കുട്ടികൾക്കും കടുത്ത ബുദ്ധിമുട്ടും സുരക്ഷാപരമായിട്ടുള്ള ആശങ്കകളും ഉണ്ടാക്കി. നിരന്തരമുള്ള പോലീസ് സാന്നിധ്യം ഫ്ളാറ്റിൻ്റെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തെ ബാധിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് താമസക്കാർ അസോസിയേഷനെ സമീപിച്ചത്. ഈ സാഹചര്യത്തിലാണ് അസോസിയേഷൻ യോഗം ചേർന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചത്. നോട്ടീസ് ലഭിച്ച ഉടൻ ഒഴിയാമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അസോസിയേഷന് മറുപടി നൽകുകയും തൽഫലമായി അദ്ദേഹം ഫ്ളാറ്റ് വിടാൻ നിർബന്ധിതനാവുകയും ചെയ്തു. മുൻകൂർ ജാമ്യം ലഭിച്ച് 15 ദിവസത്തെ ഒളിവിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെത്തി വോട്ട് രേഖപ്പെടുത്തിയത് കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ അദ്ദേഹത്തിൻ്റെ ജാമ്യം റദ്ദാക്കാനുള്ള സർക്കാർ അപ്പീൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം വീണ്ടും ഒളിവിൽ തുടരുമെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കൾ കരുതിയിരുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, K മുരളീധരൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ അറിയാതെയായിരുന്നു രാഹുലിൻ്റെ ഈ അപ്രതീക്ഷിത നീക്കം. വോട്ട് ചെയ്യാനുള്ള സൗകര്യം പാലക്കാട്ടെ ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഒരുക്കി നൽകിയതായും പാർട്ടി നേതൃത്വം സംശയിക്കുന്നു. ഇതോടെ രാഹുലിനെ പിന്തുണയ്ക്കുന്ന പ്രാദേശിക നേതാക്കൾക്കെതിരെ കർശന നടപടിയെടുക്കാനുള്ള കടുത്ത നിലപാട് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരിക്കുകയാണ്. രാഹുലിനൊപ്പം സഹകരിക്കുന്ന ആർക്കും പാർട്ടിയിൽ സ്ഥാനമുണ്ടാകില്ലെന്ന് VD സതീശൻ ശക്തമായ മുന്നറിയിപ്പ് നൽകുകയും രാഹുലിൻ്റെ വിഷയത്തിൽ പാർട്ടിയിൽ ഒരു വിഭാഗീയത രൂപപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പാർട്ടിയിലേക്ക് തിരിച്ചെത്തരുത് എന്ന ഒറ്റ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുലിൻ്റെ പാർട്ടിയിൽ നിന്ന് ഇനി യാതൊരു പിന്തുണയും ലഭിക്കില്ലെന്ന് ഉറപ്പാക്കേണ്ടത് തൻ്റെ ആവശ്യമായി സതീശൻ കാണുന്നു. ഇതിൻ്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഓരോ നീക്കങ്ങളും അതീവ ഗൗരവത്തോടെ നിരീക്ഷിക്കാനും വിവരങ്ങൾ ശേഖരിക്കാനുമായി VD സതീശൻ തൻ്റെ ചില വിശ്വസ്തരെ പാലക്കാട് നിയോഗിച്ചതായിട്ടും ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. രാഹുലിൻ്റെ ആശയവിനിമയങ്ങൾ, കൂടിക്കാഴ്ചകൾ, ഭാവി നിലപാടുകൾ തുടങ്ങിയവയെല്ലാം ഈ ചാരന്മാർ നിരീക്ഷിക്കുന്നതായിട്ടാണ് വിവരം. രാഹുൽ ഇനി പാർട്ടിക്കെതിരെ എന്തെങ്കിലും നിലപാടെടുക്കുമോ, അല്ലെങ്കിൽ CPM, BJP കൂട്ടർക്ക് പുറമെയായിട്ട് സ്വന്തം പാർട്ടിയിലെ നേതാക്കൾക്കെതിരെ വിരൽ ചൂണ്ടുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുണ്ട്. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കോൺഗ്രസിനുള്ളിലെ നിലനിൽക്കുന്ന ഭിന്നത പരസ്യമാക്കുന്നതായിരുന്നു പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അടഞ്ഞ ഒരു അധ്യായമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രാഹുലിൻ്റെ വരവോ പോക്കോ പാലക്കാട്ടെ പാർട്ടി പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം ഒരു പൗരനെന്ന നിലയിൽ തൻ്റെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയെന്നല്ലാതെ ഇതിന് രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരു പ്രാധാന്യവുമില്ലെന്നും തങ്കപ്പൻ പ്രതികരിക്കുകയുണ്ടായി. രാഹുലുമായി അടുപ്പമുണ്ടായിരുന്നവർ പോലും അദ്ദേഹത്തിൻ്റെ വരവ് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. അതേസമയം രാഹുലിനെ പൊതുമധ്യത്തിൽ തള്ളിപ്പറഞ്ഞ ഷാഫി പറമ്പിലിൻ്റെ നിലപാടും ഇവിടെ ചർച്ചാ വിഷയമാണ്. രാഹുലിൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് താൻ പിന്തുണ നൽകിയിട്ടുണ്ട്, എന്നാൽ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളിൽ താൻ ഇടപെടാറില്ല എന്നായിരുന്നു ഷാഫി പറമ്പിലിൻ്റെ പ്രതികരണം. എന്നാൽ രാഹുലിനെ പാലക്കാട്ടേക്ക് അവതരിപ്പിച്ചത് ഷാഫി പറമ്പിലായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പൂർണ്ണമായിട്ടും കൈകഴുകാൻ ഷാഫിയെ സംബന്ധിച്ച് കഴിയില്ല എന്ന വിമർശനവും ശക്തമാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ വളരെ കൂളായ മനോഭാവത്തിലാണ് കാര്യങ്ങളെ ഇപ്പോൾ നേരിടുന്നത്. താനിപ്പോൾ ഒരു സ്വതന്ത്ര വ്യക്തിയാണെന്നും ഇനി എന്ത് നിലപാട് എടുത്താലും അത് പാർട്ടിയെ അറിയിക്കേണ്ട ബാധ്യത തനിക്കില്ലെന്നുമുള്ള നിലപാടിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പുതിയ നീക്കം അത് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ്. VD സതീശൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും ഉൾപ്പെടെയുള്ള പല രഹസ്യങ്ങളും അറിയാവുന്ന ഏക വ്യക്തിയാണ് രാഹുൽ. അതിനാൽ അദ്ദേഹം ആർക്ക് നേരെ വിരൽ ചൂണ്ടുമെന്ന ആശങ്ക നേതാക്കൾക്കിടയിലുണ്ട്. നിലവിൽ പാലക്കാട് തന്നെ തുടരുന്ന രാഹുൽ രണ്ടാം കേസിലെ അറസ്റ്റ് തടഞ്ഞതിനെതിരായ അപ്പീലിലെ ഹൈക്കോടതി തീരുമാനം അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും തുടർ നീക്കങ്ങൾ ഇനി പ്രഖ്യാപിക്കുക. ഏതായാലും പാർട്ടിക്കുള്ളിലെ ഈ ഭിന്നതയും പുറത്താക്കപ്പെട്ട നേതാവിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ തിരിച്ചുവരവും അത് കോൺഗ്രസിന് പാലക്കാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വലിയ പ്രതിസന്ധി ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ്.